ഇത് സാറിന് ഒരു ഇൻവെർട്ടർ ആയിട്ടും സോളാർ ഇൻവെർട്ടർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലല്ലേ. ഇതിന്റെ കപ്പാസിറ്റി വന്നിട്ട് 800 VA ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. സ്പെസിഫിക്കേഷൻസ് DC വോൾട്ടേജ് 12.8 വോൾട്ട്, പാനൽ കണക്ട് ചെയ്യാനുള്ള വോൾട്ടേജ് 15 വോൾട്ട് വരെ 53 വോൾട്ട് വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഇന്റർനാഷണൽ എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ നമുക്ക് പൂർണ്ണമായിട്ടും കാണാം. അപ്പോൾ എത്തിയിരിക്കുന്നത് റോസ് സോളാർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടയത്തിൻ്റെ ആ ഒരു സ്റ്റാളിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒട്ടനവധി കമ്പനികളുടെ പാനൽസും അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, അതുപോലെ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടർ, അതുപോലെ തന്നെ ലിഥിയം ബാറ്ററിയുടെ പാക്കേജ്, അങ്ങനെയൊക്കെയുള്ള MPPTകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ സ്റ്റാളിൽ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം. ഇത് ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി ഉള്ള മോഡൽ ഇല്ലയോ? ഇത് സാറിന് ഒരു ഇൻവെർട്ടർ ആയിട്ടും സോളാർ ഇൻവെർട്ടർ ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡൽ ഇല്ലയോ. ഇതിന്റെ കപ്പാസിറ്റി വന്നിട്ട് 800 VA ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. സ്പെസിഫിക്കേഷൻസ് DC വോൾട്ടേജ് 12.8 വോൾട്ട്, പിന്നെ അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ്, നോർമൽ ഇൻപുട്ട് വോൾട്ടേജ്, അതുപോലെ BOC വന്നിട്ട് സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള വോൾട്ടേജ് 15 വോൾട്ട് വരെ 53 വോൾട്ട് വരെയാണ് ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത്. സോക്കറ്റ് ഔട്ട്പുട്ട് എടുക്കാനുള്ളത്, റീസെറ്റ് ബട്ടൺ ഉണ്ട്, പിന്നെ എർത്ത് കണക്ട് ചെയ്യാനുള്ള പോർഷന്, പിന്നെ നമ്മുടെ ഒരു 3 പിൻ കൊടുക്കുന്നത്. ബാക്കി ഇതിന്റെ സ്പെസിഫിക്കേഷനകത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ അതിന്റെ എറർ കോഡുകൾ കാര്യങ്ങൾ എല്ലാം കമ്പനി ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്വിച്ചിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൺസൈറ്റ് വാറന്റി അല്ലേ? MCB പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരെണ്ണം കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. SPV വയർ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ തട്ടാനുള്ള ഓപ്ഷൻസ്, പിന്നെ കൂളിംഗ് ഫാന്, ഇത് ഭിത്തിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാങ് ചെയ്ത് ഇടാനുള്ള ഹാങ്ങിങ് പോർട്ട് ഇവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഉള്ള ഒരു യൂണിറ്റ് ആണിത്. അപ്പോൾ സാധാരണ ഒരു ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നവർക്ക് നമുക്കിത് ഈ ഒരു ഇൻവെർട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ബാറ്ററി ആവും, ഇൻവെർട്ടർ ആവും, അതുപോലെ തന്നെ സ്പേസും ലാഭമുള്ള ഒരു മോഡൽ. അപ്പൊ അടുത്ത് നമുക്ക് ഏതാണ് പരിചയപ്പെടുത്താനുള്ളത്? അടുത്തായിട്ട് വരുന്നത് യൂട്ടിലിന്റെ തന്നെ ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. അത് 5 വർഷം തന്നെ വാറണ്ടി വരുന്ന 24 വോൾട്ടിന്റെ ലിഥിയം ബാറ്ററിയാണ് വരുന്നത്. ലിഥിയം ബാറ്ററി, ഇൻബിൽറ്റ് ലിഥിയം ബാറ്ററി ആണിത് അല്ലയോ? ലിഥിയം ബാറ്ററിയുടെ പാക്കേജ് ആണിത്. ഇതിന്റെ ഡിസ്പ്ലേയിൽ ഇതെല്ലാ കാര്യങ്ങളും ഇതിന്റെ എഴുതി കാണിക്കില്ല. ചാർജ് വോൾട്ടേജ് എല്ലാം ഇതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി കാണിക്കുന്നതാണ് മൊത്തം എല്ലാം. അതുപോലെ തന്നെ ഇത് എത്ര വോൾട്ടേജ് വരുന്നതിന്റെ 12.8 100 ആണ് അല്ലേ? 12 100 ബാറ്ററി 12 വോൾട്ട്. പിന്നെ അടുത്ത നമുക്ക് വരുന്നത് MCB വരുന്നുണ്ട്. ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള MCB പോയിന്റുകളാണ്. നോർമൽ ആയിട്ടുള്ള ബാറ്ററിയിലെ ടെർമിനൽ പോയിന്റുകളാണ് വരുന്നത്. ഇൻവെർട്ടർ കണക്ട് ചെയ്യാനുള്ള ടെർമിനൽ പോയിന്റാണ്. അതുപോലെ നമുക്കിവിടെ ബാറ്ററി ഓൺ ആക്കാനുള്ള MCB വരുന്നുണ്ട്. സ്വിച്ച് ഉണ്ട്. ഓൺ ആക്കാനുള്ള സ്വിച്ച് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇത് വാൾ മൗണ്ടഡ് അല്ലേ? വാൾ മൗണ്ടഡ് അല്ലേ? അതെ. സൈഡ് ഭാഗത്ത് നമുക്ക് ഹാങ് ചെയ്യാവുന്നതാണ്. ഭിത്തിയിൽ തൂക്കിയിടാവുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ലിഥിയം ബാറ്ററിയുടെ പാക്ക് കണ്ടു. ഇനി അടുത്ത നമുക്ക് ഒരു സോളാർ ഇൻവെർട്ടറായിട്ട് നമുക്ക് നോക്കാം. ഇതൊരു അത്യാവശ്യം ക്വാളിറ്റി ഒരു 1 kVയുടെ സിസ്റ്റമാണ്. ഇതിനകത്ത് ഇൻപുട്ട് ലിഥിയം ബാറ്ററിയൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പവും അതുപോലെ തന്നെ മോഡലിലൊരു വ്യത്യാസമൊക്കെ, കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. അതായത് VOC ഇതിനകത്ത് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സോളാർ പാനലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ 106 VOC വരെ 106 വോൾട്ട് വരെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ എയർ പാസ് ചെയ്യാനുള്ള ആ ഒരു രീതിയിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോക്കറ്റ് ഉണ്ട്, സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് അതിനകത്തുണ്ട്, അതായത് പാനലിൻ്റെ വയർ തിരിഞ്ഞു പോയാൽ LED ലൈറ്റ് കത്തും. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി തന്നെയുണ്ട്. പിന്നെ അടുത്ത സൈഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ MCB ഉണ്ട് പ്രൊട്ടക്ഷന്, അതുപോലെ തന്നെ
നമുക്ക് റീസെറ്റ് ബട്ടണുണ്ട്. അതുപോലെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് അതിൻ്റെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് വോൾട്ടേജ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ VOC 30 വോൾട്ട് മുതൽ 106 VOC വരെ നമുക്ക് ഇതിനകത്ത് കപ്പാസിറ്റി ഉണ്ട്, പാനൽ കപ്പാസിറ്റി. അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 1000 VA ഇൻവെർട്ടർ. പിന്നെ അതിൻ്റെ എറർ കോഡുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ കമ്പനി ഒരു ലേബലിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള നമ്പർ ഇതിനകത്ത് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂളിംഗ് ഫാന് മുകളിലാണ് 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഓൺ സൈറ്റ് വാറണ്ടി ഉള്ളതുകൊണ്ടാണ് ഇത് കൂടുതലും ആളുകൾ ചൂസ് ചെയ്യുന്നത്. കാരണം കംപ്ലയിൻറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ടെക്നീഷ്യന്മാർ വരും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ലിഥിയം ബാറ്ററിയുടെ ഒരു ചെറിയൊരു ഇൻവെർട്ടർ, അതായത് ഒരു 1200 എന്നാണ് അവർ മോഡൽ നമ്പർ പറയുന്നത്. എന്നാലും നമുക്ക് 1000 VA ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പരിചയപ്പെടേണ്ടത്, ഇനി ഇതിൻ്റെ സൈഡിൽ സോളാർ പാനൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാളിൽ ഹാങ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് ഉണ്ട്. നമുക്ക് ഭിത്തിയിലൊക്കെ ഇത് നട്ട് ബോൾട്ട് ഇട്ട് തൂക്കിയൊക്കെ ഇടുകയാണെങ്കിൽ ഇടാം. കാരണം സ്പേസ് ലാഭമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ബാറ്ററി മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നുള്ളതൊക്കെയാണ്. ഈ മോഡൽ വരുന്നത് UTL-ന്റെ 2 kW 2600 മോഡലാണ് ഈ ഒരു ഇൻവെർട്ടർ വരുന്നത്. ഇൻബിൽറ്റ് ആയിട്ടുള്ള MPPT ആണ് വരുന്നത്. ഓൺ സൈറ്റ് വാറണ്ടിയാണ് പറയുന്ന നല്ല ഡിസ്പ്ലേ ഉള്ള മോഡലാണ്. ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യാവുന്ന സൈസാണോ? അതെ അതെ, ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്. ഈ ഓപ്ഷൻ ഇവിടെ മാറ്റി കൊടുത്താൽ മതി. മാറ്റി കൊടുത്താൽ കാലിബ്രേഷനിൽ ഓപ്ഷൻ മാറ്റി കൊടുത്താൽ നമുക്ക് ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ തന്നെ കൂടിയ 3 kW സിസ്റ്റം ആണ്. ഇതും ഇൻബിൽറ്റ് ആയിട്ട് MPPT വരുന്ന ലിഥിയം സപ്പോർട്ട് ആയിട്ടുള്ള ലിഥിയം ബാറ്ററി കണക്ട് ചെയ്യുന്ന സാധനം തന്നെ. അതെ അതെ, സെറ്റിംഗ്സ് മാറ്റി കൊടുത്താൽ മതി. പിന്നെ ആശാപവറിന്റെ സോളാർ MPPT മെയിനായിട്ട് ചെയ്യുന്നത് മൈക്രോടെക്, UTL, ഇസ്റ്റ്മാൻ, വാരി എന്നീ കമ്പനികളുടെ ഓൺലൈൻ ഇൻവെർട്ടറാണ്. ഇതെല്ലാത്തിനും വാറണ്ടി വരുന്നത് ഒരേപോലെ അല്ലല്ലോ, ആണോ? 10 കൊല്ലാണ് എല്ലാത്തിനും. വാരിക്ക് 8 കൊല്ലാണ് വരുന്നത് വാറണ്ടി. ബാക്കി എല്ലാ ഇൻവെർട്ടറും 10 കൊല്ലം ഓൺ സൈറ്റ് വാറണ്ടിയാണ്. മൈക്രോടെക് 10 കൊല്ലം, വാരി മാത്രം 8 കൊല്ലാണ് വാറണ്ടി വരുന്നത്. ഓൺ സൈറ്റ് വാറണ്ടിയാണ് എല്ലാ ഇൻവെർട്ടറും വരുന്നത്. ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് 5-ന്റെയും 3-ന്റെയും 3 kW. ഇതെല്ലാം 3 kW ഇൻവെർട്ടറാണ്. 5 kW ഇൻവെർട്ടർ. സുഹൃത്തുക്കളെ, IEFK 25ന്റെ തിരുവനന്തപുരത്ത് നടന്ന ആ ഒരു എക്സ്പോയുടെ ഭാഗമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.